എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് പുതിയ തുടക്കം. മെത്രാപ്പൊലീത്ത വികാരിയായി നിയമിതനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നടത്തിയ ചർച്ചയെ ശുഭസൂചനയായി കണ്ട് അൽമായ മുന്നേറ്റം. ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തി 21 വൈദികരുമായി പാംപ്ലാനി നേരിട്ട് ചർച്ച നടത്തി. കുർബാന തർക്കം ക്രമസമാധാന പ്രശ്നമായി ഉയർന്നതോടെ കളക്ടർ വിളിച്ചു ചേർത്ത യോഗമാണ് ബിഷപ്പ് ഹൌസിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തിയ വൈദികരുമായി ചർച്ചയ്ക്ക് വഴിതെളിച്ചത്. കളക്ടർ നേരിട്ട് സംസാരിച്ചതിന് പിന്നാലെ തലശ്ശേരിക്ക് തിരിച്ച മാർ ജോസഫ് പാംപ്ലാനി തിരികെ വന്ന വൈദികരുമായി നേരിട്ട് ചർച്ച നടത്തി. രാത്രി 10:30 തുടങ്ങിയ ചർച്ച 1 മണിയോടെയാണ് അവസാനിച്ചത്. ചർച്ചയിൽ വൈദികർ നടത്തിവന്ന പ്രാർത്ഥനാ യജ്ഞം അവസാനിപ്പിക്കാൻ ധാരണയായി. കുരിയ പുനഃസംഘടന ഉൾപ്പെടെ അംഗീകരിച്ചതായി അൽമായ മുന്നേറ്റ വിഭാഗം ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു. സഭ പ്രശ്നരഹിതമായി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മാർ ജോസഫ് പാംപ്ലാനിയും വ്യക്തമാക്കി. അടുത്ത ചർച്ച ജനുവരി 20 നടക്കും. ഞങ്ങൾ പരസ്പര വിശ്വാസത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങി. ഇതെല്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 1 മാസത്തെ സാവകാശം ഞാൻ ചോദിച്ചു. വൈദികരത് വളരെ പോസിറ്റീവായിട്ടെടുത്തു. തുടർ ചർച്ചകൾ നടക്കും. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പ്രശ്നപരിഹാരത്തിൻ്റെ പുതിയ തുടക്കം തന്നെയാണത്. സഭയെന്നും പ്രശ്നരഹിതമായിരിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. പോസിറ്റീവായ ഒരു ഔട്ട്കമാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു വികാരവും വിചാരവും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നതല്ല ഇതിൻ്റെ കാര്യം. പക്ഷേ വളരെ ശുഭസൂചകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുതിയൊരു കൂരിയയെ നിയമിക്കുകയും അവരെ മാറ്റുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ഈ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർ ആവശ്യപ്പെട്ട ഒരു കാര്യം. ഇത് അതിരൂപതയുടെ നന്മയ്ക്ക് ഉതകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളുടെ 21 ധീര വൈദികരുടെ ഈ ഒരു ജീവിതത്തിലെ സഹനം ഇപ്പോൾ അതിന് പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ചില തീരുമാനങ്ങളാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ജോസഫ് പാംപ്ലാനി പിതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്.